വയനാട്ടിലെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തന്നെയാകും ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലരും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പുമായി ആർക്കും സഹകരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് പുനരധിവാസത്തിൽ വ്യക്തമായ നിർദ്ദേശം സർക്കാരിന് UDF നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. തോട്ടഭൂമി കൈവശമുള്ളവർ ഉൾപ്പെടെ ദുരിതബാധിതർക്ക് ടൗൺഷിപ്പ് വാഗ്ദാനം ചെയ്ത് രംഗത്ത് വന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. പലരും സഹായ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ടൗൺഷിപ്പ് നിർമ്മിക്കുക സർക്കാർ തന്നെയെന്ന മുഖ്യമന്ത്രി. പല തരത്തിലുള്ള നല്ല മനസ്സുകളും ഇത്തരം കാര്യങ്ങളിൽ നല്ല ഓഫറുകൾ നൽകുന്നുണ്ട്. അതൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവരാണ് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. പക്ഷേ നടപ്പാക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും. ലോകോത്തര നിലവാരത്തിലായിരിക്കും ടൗൺഷിപ്പ് നിർമ്മിക്കുക. വെള്ളാർമല സ്കൂൾ നിലവിലെ രീതിയിൽ തന്നെ പുനർനിർമ്മിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വയനാടിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്നും സുതാര്യത ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CMDRF മുഖ്യമന്ത്രിക്ക് ഒരു അപ്രമാദം ഉണ്ടത് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്. ശരിയാണ്, പക്ഷേ അത് വയനാടിലെ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഉറപ്പുവരുത്തിയാൽ മാത്രം മതി. ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമില്ല. ഇതൊരു രാഷ്ട്രീയ വിവാദമല്ല. കുറച്ചുകൂടി ക്ലാരിറ്റി, കുറച്ചുകൂടി വ്യക്തത, കുറച്ചുകൂടി സുതാര്യത CMDRFന് വേണം. ക്യാമ്പുകളിൽ കഴിയുന്നവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പുനരധിവാസ പദ്ധതി വേഗത്തിൽ നടപ്പാക്കാനാണ് സർക്കാരിന്റെ നീക്കം. 24 തിരുവനന്തപുരം.